ഇതാണ് അങ്ങോട്ട് പോണ വഴിയും കാര്യങ്ങളൊക്കെ. വെള്ളം അവിടെ നിന്ന് വീഴുന്നുണ്ട് എൻ്റെ പൊന്നെ. ഇവിടെ വാട്ടർ ലെവലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ 70 കാണിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അത് കാണണമെങ്കിൽ നമ്മൾ ഇതുപോലെ മഴയുള്ള സമയത്ത് വന്നാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ഹലോ മച്ചാന്മാരെ, മൂന്നാർ മച്ചാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അല്ലേ, എന്താണ് വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്താണ്? എറച്ചിപ്പാറ വെള്ളച്ചാട്ടമാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശരിക്കുള്ള സൗന്ദര്യം കാണെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് തന്നെ വരണം. അപ്പോൾ നിറഞ്ഞ് തുളുമ്പി നല്ല അടിപൊളിയായിട്ട്, അതെ, നൂല് പോലെ വെള്ളം പോണ നല്ല രസമുണ്ട് കാണാൻ. അത് കാണണമെങ്കിൽ നമ്മൾ ഇതുപോലെ മഴയുള്ള സമയത്ത് വന്നാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ എറച്ചിപ്പാറ വെള്ളച്ചാട്ടം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കാന്തല്ലൂർ കാണാൻ വരുന്നവരാരും അധികം ആരും ചെന്നെത്താത്തൊരു വെള്ളച്ചാട്ടത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എറച്ചിപ്പാറ വെള്ളച്ചാട്ടം. അതെ, ഈ പാലം കടന്നാൽ പിന്നെ നമ്മുടെ കാന്തല്ലൂർ പഞ്ചായത്താണ്. കാന്തല്ലൂർ പഞ്ചായത്തിൽ കോവിൽക്കടവ് ടൗണിലാണ് നമ്മളിപ്പോൾ കയറിയേക്കുന്നത്. ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന പാമ്പാർ നദിയാട്ടോ. കിഴക്കോട്ട് ഒഴുകുന്ന നമ്മുടെ പാമ്പാർ നദി. ഓഹോ, വെള്ളം കണ്ടോ മച്ചാന്മാരെ? നിറച്ച് വെള്ളമാണ് കേട്ടോ. ഓക്കെ, ഇവിടെ വാട്ടർ ലെവലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ 70 കാണിക്കുന്നത്. അങ്ങനെ മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന രേഖകളിൽ ഒരു നദിയായ പാമ്പാർ. അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ എറച്ചിപ്പാറ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നത്. ഇതൊരു ഷോർട്ട് കട്ടാണ്. നമുക്ക് നേരെ പോയാൽ പൈസനാർ വഴി നമുക്ക് പോവാം, പക്ഷേ അത് ചുറ്റാണ്. ഇതാണ് കുറച്ചുകൂടി എളുപ്പം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങില്ലേ, മഞ്ഞ ബിൽഡിംഗ്, ഇതായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ ഗവൺമെൻറ് കോളേജ്. ഇപ്പോൾ ഈ കോളേജ് ഇവിടെ അല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അത് കാന്തല്ലൂർ സൈഡ് ആണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ആദ്യത്തെ ഗവൺമെൻറ് കോളേജ് ഇതായിരുന്നു കേട്ടോ. ഇതുവഴി നമുക്ക് ബൈക്കുകാർക്കും പോകാം, അതുപോലെ തന്നെ കാറുകാർക്കും പോകാം. പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. റോഡ് നല്ല റോഡാണ്. ഇത് ഈ ഇടയ്ക്കാണ് കോൺക്രീറ്റ് ചെയ്തത്. നേരത്തെ ഇത് നല്ലൊരു ഓഫ് റോഡായിരുന്നു, എല്ലാം പൊട്ടി പൊളിഞ്ഞ് നടക്കുന്ന റോഡായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കോൺക്രീറ്റ് ചെയ്ത് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ട് സൈഡിലും കാണുന്ന ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ കണ്ടോ, സൈഡിൽ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മച്ചന്മാരെ, നമ്മൾ ആ പോണ വഴി തന്നെ ഉണ്ടല്ലോ, നമ്മൾ ആ വെള്ളച്ചാട്ടം, എറച്ചിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ പോണ വഴി തന്നെ ഇവിടെ നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. എൻ്റെ പോന്നെ, ഇവിടെ ഇന്ന് 2 ദിവസമായിട്ട് മഴയാണ്. ഇപ്പോഴും മഴ കേട്ടോ. അപ്പോൾ വെള്ളം കുത്തി വരും. പോണ നോക്കി, അപ്പുറേ ഉണ്ട്. അങ്ങനെയാണ്.
പറഞ്ഞത് തന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള എറച്ചിപ്പാറയാണ്. ഇപ്പം നല്ല മഴയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നല്ല മഴയും കാര്യങ്ങളുണ്ട്, ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നൂലായിട്ടല്ലേ, നല്ല നൂല് പോലെ അല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. അച്ഛന്മാർ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുക്കാൻ നോക്കുക കേട്ടോ. ഇതാണ് അങ്ങോട്ട് പോണ വഴിയും കാര്യങ്ങളൊക്കെ. വെള്ളം അവിടെ നിന്ന് വീഴുന്നുണ്ട് എൻ്റെ പൊന്നേ. എന്തായാലും ഭയങ്കര ഡേഞ്ചറാണ് ഇതുവഴിയൊക്കെ പോണത്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഈ മലയുടെ മണ്ടേന്ന് വെള്ളം ഇങ്ങനെ തുരുതുരാന്ന് വീഴും കേട്ടോ. അപ്പം മച്ചാന്മാരെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എറച്ചിപ്പാറ വെള്ളച്ചാട്ടം? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടും.